ഹലോ, സുരഭി സാംസ്കാരിക വേദി സെക്രട്ടറി പ്രവീണാണ്. ആ, ഓണാഘോഷത്തെ കുറിച്ചല്ലേ? ആ, പരിപാടികളുടെ മീറ്റിംഗ് ഇപ്പൊ കഴിഞ്ഞേ ഉള്ളൂ. പിന്നെ ഓണാഘോഷം നമുക്ക് ഗംഭീരമാക്കണം. ഓ, പ്രോഗ്രാം എല്ലാം ഉണ്ട്. കസേര കളി, വടംവലി, ഉറിയടി, എല്ലാ പ്രോഗ്രാമും ഉണ്ട്. അപ്പം കടിയോ? അയ്യോ, അപ്പം കടി ഇപ്രാവശ്യം ഇല്ല കേട്ടോ. അത് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം അപ്പം കടി എന്ന് പറഞ്ഞിട്ട് ആ ഷിബു പോയി അവന്റെ അപ്പനെ കടിച്ചു. അവന്റെ അപ്പം വന്ന് തിരിച്ചു കടിച്ചു. ഇത് കണ്ടൊരു പട്ടി ആ നാട്ടിലെ മൊത്തം ആൾക്കാരും കടിച്ചു. അയ്യോ, അതുകൊണ്ട് അപ്പം കടി വേണ്ടെന്ന് വെച്ചു. ഇനി മുഖ്യ അതിഥിയായിട്ട് ഒരു പ്രാസംഗികനെ കൂടെ കിട്ടിയാൽ മതി. ബാക്കി എല്ലാം സെറ്റ്. ഓക്കെ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ആദരണീയായ ശ്വേതാമേനൻ അവർ, വേദിയിൽ ഉപവിഷ്ടരായ പ്രിയപ്പെട്ടവരെ, ആങ്കറായിട്ടുള്ള അലീന, ഒരു പ്രയോജനമില്ല ഇവിടെ ഇരിക്കുന്ന ഡയാന, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ. ഹലോ 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 ഹലോ. മൈക്ക് ടെസ്റ്റ് ചെയ്തില്ല. ഹലോ ഹലോ ഹലോ. മൈക്ക് ടെസ്റ്റ് ചെയ്യാനല്ല, ഞാൻ തന്നെ വിളിച്ച. താൻ ആരാ? മുരിക്കിൽ കേറി മധു. എന്നിട്ട് നിന്റെ ചൊറിച്ചില് മാറിയില്ലേ? എന്റെ വീട്ടുവരാ നന്മവരാ. എന്ത് മുരുക്ക്? മുരുക്ക് നല്ല മരം, ഞാൻ നന്മവരാണെന്ന്. എന്നിട്ട് ഈ നന്മവരം എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഓണാഘോഷ പരിപാടിയെല്ലാം സെറ്റായോ? ഓണാഘോഷ പരിപാടികളെല്ലാം സെറ്റായി. അയ്യോ, മുഖ്യ അതിയായിട്ട് ഒരാൾ വേണമല്ലോ. ഞാൻ അത് വിളിച്ചു. നിങ്ങളെ വിഷമം ദൂലീകരിക്കാനാണ് ഞാൻ വന്നത്. മുഖ്യ അതിഥിയായി ഞാനുണ്ട്. മുഖ്യ അതിഥിയാ? നീയാ? നീ ഏതാ? എന്നെ മനസ്സിലായില്ലേ? ഈ പഞ്ചായത്തിലെ നന്മകൾ മൊത്തം ചെയ്യുന്ന നന്മവരാണ് ഞാൻ. അച്ഛനില്ലാത്തവർക്ക് അച്ഛനായും, അമ്മയില്ലാത്തവർക്ക് അമ്മയായും, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞായും. എന്തിനേറെ പറയുന്നു? തൊട്ടപ്പുറത്തെ വീട്ടിലെ ശാന്ത ചേച്ചിയുടെ ഭർത്താവ് പടങ്ങി പോയിട്ട് 6 മാസമായി. ഇപ്പൊ ഭർത്താവായും, പിന്നെ ഈ പഞ്ചായത്തിലെ ഭർത്താവില്ലാത്ത എല്ലാ ചേച്ചിമാരുടെയും ഭർത്താവായും ഇങ്ങനെ പറന്ന് പന്തലിച്ച് നിക്കുകയല്ലേ ഈ മുരിക്കിൽ കേറി മധു. നീയേ സ്റ്റേജിൽ കയറണ്ട, ഈ മുരിക്ക് തന്നെ കയറിയാ മതി. അതാവുമ്പോ നിന്റെ പടർന്ന് പന്തലിപ്പൊക്കെ അങ്ങ് നിൽക്കും. മുരിക്ക് കയറി മധുവിനെ നിങ്ങൾ നിസ്സാരണക്കാരനായിട്ട് കാണരുത് കേട്ടോ. പക്ഷേ ഞാൻ ഈ പേര് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ഞാനിപ്പോ പറഞ്ഞല്ലോ. അതല്ല, ഈ പേര് ഞാൻ ഇതിന് മുമ്പ് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. എനിക്ക് തന്നെ അറിയത്തില്ല. നീയല്ലേ സിന്ധു എന്ന് പറഞ്ഞ ഒരു കൊച്ചിന് വൃക്ക മാറ്റി വെക്കണമെന്ന് പറഞ്ഞ് കാശി മേടിച്ചത്? അതെന്റെ പഴയ നന്മ പ്രവർത്തികളാണ്. നന്മ പ്രവൃത്തിയല്ലേ ഇവന്റെ നന്മ പ്രവൃത്തി? നിങ്ങളെല്ലാം കേൾക്കണം കേട്ടോ. ഈ സിന്ധു എന്ന് പറഞ്ഞ പെൺകുട്ടി ആരെന്ന് അന്വേഷിച്ച് പോയപ്പോഴാണ് അങ്ങോട്ട് കൊച്ചേയില്ല. അത് ശോഭാസ് ടെക്സ്റ്റൈൽസിൽ ഷോയ്ക്ക് വേണ്ടി വെച്ചിരുന്ന ബൊമ്മയായിരുന്നു. ഒരു ബൊമ്മയെ വിറ്റ് കാശുണ്ടാക്കി ഇവനാണ് ഞാൻ സ്റ്റേജിൽ കയറ്റേണ്ടത്. പക്ഷെ അതൊക്കെ പണ്ടത്തെ കാര്യങ്ങൾ. ഇപ്പൊ അങ്ങനൊന്നുമില്ല. ഇപ്പൊ ഞാൻ നല്ലത് മാത്രമേ ചെയ്യുള്ളൂ. നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഹൃദയം വേണോ? ഞാൻ സംഘടിപ്പിച്ചു. ഇനി എന്റെ നെഞ്ചത്തോട് കയറിക്കോ. എനിക്കെന്തിനു ഹൃദയം? എനിക്കൊരു ഹൃദയം ഉണ്ട്, എനിക്കത് മതി. ഓണാഘോഷമൊക്കെ ഇല്ലേ വരുന്നേ, അപ്പൊ ഒരു ഹൃദയം ഇരിക്കട്ടെ. സുരഭി സാംസ്കാരിക സെക്രട്ടറിക്ക് ഡബിൾ ചങ്കാന്ന് പറയാമല്ലോ. പിന്നെ ഈ ഹൃദയം വെക്കുന്നിടത്ത് ഒരു QR കോഡും ഫോൺ നമ്പറൂടെ വെക്കും. അപ്പൊ അതാണ് കാര്യം. ഒരു ഓപ്പറേഷൻ നടത്തുക, അവിടെ കൊണ്ടൊരു QR കോഡ് ഒട്ടിക്കുക, എന്നിട്ട് ആ പൈസ മേടിച്ചോണ്ട് പോവുക അല്ലേ? ഇവനുണ്ടല്ലോ, ഇവ ഉടായ്പാണ്, ലോക ഉടായ്പാണ് ഇവൻ. ഇടാടാ, നീ അല്ലടാ സുരേഷിന്റെ കൊച്ചിന്റെ കൈ ഒടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ട് എന്റെ മുകളിൽ കൊണ്ട് QR കോഡ് ഒട്ടിച്ചത്. ചികിത്സാ സഹായം നടത്തണ്ടേ? പിന്നെ എനിക്ക് ഇച്ചിരി പൈസ കിട്ടണം. കൊള്ളാം കൊള്ളാം കൊള്ളാം. നീ പിന്നെ നിങ്ങളുടെ ഈ പ്രദേശത്ത് രവിയണ്ണന്റെ പൈൽസിന്റെ ഓപ്പറേഷൻ നടത്തിയത് ഞാനല്ലയോ? അതാണ് ആ രവിയണ്ണനെ ഇപ്പൊ കാണണം. അയാൾ ഒരു ചന്തിയിൽ QR കോഡും മറ്റേ ചന്തിയിൽ ദയവായി സഹായിക്കുക എന്നുള്ള ബോർഡ്. പൈൽസിന്റെ ഓപ്പറേഷൻ പിന്നെ ചന്തിയിലൊട്ടിക്കാതെ പിന്നെ വായിലൊട്ടിക്കാൻ പറ്റുമോ? ഭഗവാനെ, ഭാഗ്യം അയാൾക്ക് മൂത്രത്തിൽ കല്ല് വരാ. നിങ്ങൾ ഇങ്ങനെ പറയാ, നിങ്ങൾ എന്റെ നെഗറ്റീവ് മാത്രം പറഞ്ഞോട്ടിക്ക, എന്റെ പോസിറ്റീവ് കൂടെ പറ. എനിക്ക് എന്തുണ്ട് പോസിറ്റീവ്? ഞാൻ പറയാം. ഈ പ്രദേശത്തെ ശശാങ്കൻ 78 വയസ്സ്, അയാളുടെ മൂത്ത മോനാന്നെ കാള കളിച്ച് ഒരു ജോലിക്കും പോകാൻ നടക്കുക. ലോട്ടറി കച്ചവടം ചെയ്താ ജീവിക്കുന്ന പാവപ്പെട്ടൻ. പ്രളയം വന്നപ്പം ആ വീടെല്ലാം തകർന്നു പോയി. ഞാൻ 2 നില വീടും വെച്ചു കൊടുത്ത് ഒരു ലോട്ടറി കട ഇട്ട് കൊടുത്ത്. നന്മാരോ അല്ലേ ഞാൻ? കയ്യടി 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 കയ്യടി. ആരടാ ഈ ശശാങ്കൻ? എന്റെ അച്ഛൻ. അപ്പൊ കാള കളിച്ച് നടക്കുന്ന മോനോ? ഞാൻ അത് പറയാണ്ട് എനിക്ക് പിന്നെ ജീവിക്കണ്ടേ? ഇറങ്ങടാ ഇറങ്ങടാ ഇറങ്ങി ഇറങ്ങി. ഞാനിവിടെ പ്രാന്ത് പിടിച്ചിരിക്കും, അതിന്റെ ഇടയിൽ കൂടെ ഉണ്ടാക്കുന്നത്. പക്ഷേ പ്രാന്ത് പിടിക്കാനുള്ള പ്രശ്നം എന്തോ? അത് നമുക്ക് സൊല്യൂഷൻ ഉണ്ടാക്കാം. എന്താ പറ? എടാ, എനിക്കിവിടെ 100 കൂട്ടം പ്രശ്നങ്ങളാണ്. ഞാൻ ഈ ഓണത്തിന് എന്തെങ്കിലും ഒരു വെറൈറ്റി പ്രോഗ്രാം ചെയ്യണം. ഞാൻ അതിന്റെ ടെൻഷനിലാണ്. നിനക്കുണ്ടോ എന്തെങ്കിലും പ്രോഗ്രാം വെറൈറ്റി? ഉണ്ടല്ലോ. ഇല്ല ഇല്ല ഇല്ല, ഒന്നുമില്ല. പിന്നെ എന്ത് എട്ടിയെടുക്കാനാണ് ഇങ്ങോട്ട് വന്നത്? നിങ്ങളെ തിളപ്പെന്ന് പറട്ടെ, എന്നിട്ടൊന്ന് പറയാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയടേ. ഒരു വെറൈറ്റി ഞാൻ പറയാം. ഓണത്തിന് സാധാരണ മാവേലിയിൽ വരുന്നേ, മാവേലി ക്യാൻസൽ ചെയ്യും. എന്നിട്ട് ക്രിസ്മസ് സോപ്പ് വരട്ടെ. ക്രിസ്മസ് സോപ്പയാ? എന്നിട്ട് ഉച്ചയ്ക്ക് സദ്യ മാറ്റി നെയ്ച്ചോറ് ബിരിയാണി ആക്കാം.
സൂപ്പർ. എന്നിട്ട് വൈകിട്ട് ദപ്പിട്ട് കിടത്തിയിട്ട് പപ്പാരിയെ കത്തിക്കാം. അപ്പൊ നീ ക്രിസ്മസിന് എന്ത് ചെയ്യും? ക്രിസ്മസിനോ? ആ. ക്രിസ്മസിന് കാലത്ത് മാവേലി വരട്ട്, എന്നിട്ട് ഉച്ചയ്ക്ക് സദ്യയാക്കാം. അപ്പൊ ഒരു മതസൗഹാർദ്ദം ആവുമല്ലേ? ഇറങ്ങിപ്പോടാ, ഇറങ്ങിപ്പോടാ. അവന്റെ മതസൗഹാർദ്ദം നിന്നെ. നീ നാട്ടിലൊരു നന്മ വരവാണ്, നാറ്റിക്കരുത് നിങ്ങള്. എടാ നന്മ മരം എന്ന് പറഞ്ഞാൽ നീ എന്താ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? എടാ നിന്നെ പോലുള്ള ഉടായ്പകൾ കാരണമാണ് യഥാർത്ഥത്തിൽ നന്മ ചെയ്യുന്ന ആൾക്കാർക്ക് കൂടെ പേരുദോഷം വരുന്നത്. മനസ്സിലായാ? എടാ മനസ്സിൽ നിന്ന് വരുന്നതാണ് നന്മ. ഉദാഹരണത്തിന് ഈ ഇടയ്ക്ക് ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് അവരുടെ മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ അയാളുടെ ഉടുമുണ്ടൂരി കൊടുത്തില്ലേ? അയാളൊക്കെയാണ് യഥാർത്ഥ മനുഷ്യൻ, യഥാർത്ഥ നന്മ മരം. ഞാനും ചെയ്തല്ലോ അതുപോലെ. നീ ചെയ്ത ഞാൻ കണ്ടു. റോഡിൽ തുണിയില്ലാതെ നിന്നെ പോലീസ് പിടിച്ചോണ്ട് പോയതല്ലേ? അത് എന്റെ അളിയെ ചതിച്ചതാ. എന്തിന്? അളിയൻ ഗൾഫിൽ നിന്ന് ഒരു ജെട്ടി കൊണ്ടുവന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞേ, അളിയാ ഇട്ടെന്ന് അറിയത്തില്ല, അടിപൊളി ജെട്ടിയായിരുന്നു. ഞാൻ ഇട്ടെന്ന് കരുതി, എന്നിട്ട് ഇട്ടില്ലായിരുന്നു. എന്റെ മുഴുവൻകാള ഇമേജ് ഒന്ന് മാറ്റണം. ഏതെങ്കിലും ഒരു പരിപാടി ഒന്ന് എന്നെ ഒന്ന് ക്ലിയർ. ഇവിടെ എല്ലാ പ്രോഗ്രാമിനും ആളായി, ഇവിടെ വടംവലിക്ക് ആളായി, എല്ലാ പ്രോഗ്രാമിനും ഇവിടെ ആളായി. ഇവിടെ പിന്നെ ആളെ ഇനി ഒരു പ്രോഗ്രാം ഉണ്ട്. എന്ത് പ്രോഗ്രാം? സുന്ദരിക്ക് പൊട്ടു. അത് എനിക്ക് പറ്റൂ? അയ്യോ, സുന്ദരിക്ക് പൊട്ടുള്ളിൽ പറ്റത്തില്ല. കഴിഞ്ഞവണ സുന്ദരിക്ക് പൊട്ടുള്ളിൽ എന്ന് പറഞ്ഞിട്ട് രതീഷിന്റെ പെണ്ണുമ്പുള്ള ഗീതയുടെ നെറ്റിക്കിട്ട് കുത്തി. രതീഷ് എന്നെ കുത്തി, കണ്ടിരുന്ന നാട്ടുകാർ ഞങ്ങളുടെ രണ്ടു ചിറിക്ക് കുത്തി. അപ്പൊ അതുകൊണ്ട് വേറെ ഏതെങ്കിലും ഒരു പ്രോഗ്രാം പ്ലീസ്. വേറെ പ്രോഗ്രാം ഒന്നും ഇല്ല ഇവിടെ. ഞാൻ ഈ കൈവിടി വിടത്തില്ല. എനിക്ക് ഏതെങ്കിലും ഒരു പ്രോഗ്രാം തരുമോ പ്ലീസ്? ഏതെങ്കിലും. ഇനി നിന്നെ പോലുള്ളവന്മാർക്കൊക്കെ പറ്റിയ ഒരൊറ്റ പ്രോഗ്രാമേ ഉള്ളൂ. അതെന്ത്? അതാണ് ഓണത്തല്ല്. അതെങ്ങനെ? അത് ദേ ഇങ്ങനെ കിട്ടിയത് മുറുക്കി കേറി മധു. നല്ലായിരുന്നു. എനിക്ക് എന്റെ പേരൊക്കെ പറഞ്ഞ് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഞാനും എന്റെ ഉത്സവ കമ്മിറ്റിയും എതിർക്കുന്നു. അതിനോ? ഞങ്ങളുടെ ജോയിന്റ് സെക്രട്ടറി ആയ ഡയാന ഇവിടെ വെറുതെ അത് മിസ്കാസ്റ്റ് ആയി പോയിട്ടാ. ശ്രീവിദ്യായിരുന്നേ പക്കായിരുന്നു. അല്ല, യൂഷ്വലി ആൾക്കാർ വന്നിട്ട് ശ്രീവിദ്യന്റെയും അഖിലിന്റെ മുകളിലാ പറയാ. ആദ്യമായിട്ട് ഡയനയ്ക്ക് ആണെങ്കിൽ ഒരു റിയാക്ഷനും ഇല്ല. അല്ല, അവളത് പ്രതീക്ഷിച്ചില്ല പെട്ടെന്ന്. അതെന്തിനാ അവളെ ചൂസ് ചെയ്ത്? അവൾ അത്യാവശ്യം ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളല്ലേ എന്റെ ചേട്ടൻ. എല്ലാവരും പറയുന്നുണ്ട്, ഒരാളെ മാത്രം മിസ് ചെയ്യുന്നത് ശരിയാണ്. അല്ല, എനിക്ക് എന്റെ ചേച്ചിയോട് പ്രതിഷേധിക്കുന്നു. എന്റെ ഫാമിലി പ്രതിഷേധിക്കുന്നു. ആ പ്രതിഷേധിക്കുന്ന അണ്ണനെ കടമത്തിനടുത്ത് കത്തനാരാ ഫിഗർ ചെയ്യാൻ കേട്ടോ അല്ലേ? ഫാമിലിയിലെ ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, ഫിഗർ ഉണ്ട്, കിറ്റുണ്ട്, സ്റ്റാൻഡപ്പ് ഉണ്ട്. മിമിക്രി ഉണ്ടോ? എന്ത് ഫാമിലി എന്നറിയാമോ? ഫാമിലിക്ക് ഇപ്പൊ ഈ പേരല്ലായിരുന്നു, ഈ മെഗാ ഷോ എന്നിട്ട് വരും. ഫാമിലിയുടെ പേര്. നമുക്ക് പുതിയൊരാളെ കിട്ടി, പ്രവീൺ ചേട്ടൻ. PP. അതെ, PP. ആലിസിന് PP, ഞങ്ങൾക്ക് പ്രവീൺ. പ്രവീൺ ചേട്ടൻ. പ്രവീൺ ചേട്ടൻ എവിടെ? സ്ഥലം എവിടെയാ? ഞാൻ ട്രിവാൻഡ്രമാണ്. പക്ഷെ ഞാൻ ഇപ്പൊ എറണാകുളത്ത് താമസിക്കുന്ന കുറച്ച് കാലം. അത് തോന്നി കുറെ ആളായിട്ട് എറണാകുളത്തായില്ലേ? അതെ അതെ. തിരുവനന്തപുരത്തിൽ വിട്ടുപോയല്ലോ. ട്രിവാൻഡ്രത്ത് എവിടെയാണ്? ട്രിവാൻഡ്രത്ത് ബാലരാമപുരം. ബാലരാമോട് തൊണ്ടർന്നിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. കവലിയൂരിൽ നിന്ന് 30 വർഷം മുമ്പ് എറണാകുളത്ത് വന്നാണ്. ഇപ്പോഴും കവലിയൂർ എറണാകുളത്ത് നടക്കണം. പക്ഷെ നല്ല ആദ്യമായിട്ടാണോ വേദി കിട്ടുന്നത്? അല്ല, ഇതിന് മുമ്പ് പെർഫോം ചെയ്തിട്ടുണ്ടോ? ഞാൻ നാടകങ്ങൾ തിയേറ്റർ ചെയ്തു. നല്ല ആ കോൺഫിഡൻസ് ഉണ്ട് നിങ്ങളുടെ. ബിക്കോസ് നമുക്കൊരു വേദി കിട്ടുമ്പോൾ അങ്ങനെ കോൺഫിഡൻസ് വരണമെന്ന് നിർബന്ധമില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വലിയൊരു പുതിയ സ്ഥലത്ത്. പക്ഷെ സൂപ്പർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, നന്നായിരുന്നു. ഞാൻ സ്കിറ്റിലാദ്യമായിട്ടോ. അതെ അടിപൊളിയായിരുന്നു. പിന്നെ ഏതൊരു ക്ലബിലും പരിപാടിക്ക് ഇതേപോലെ മുരുകി കയറി മധുവിനെ പോലെ എല്ലാ പഞ്ചായത്തിലും എല്ലാ ക്ലബിലും ഒരു മുരുകി കയറി മധു കാണും. ചേട്ടാ, അതെന്താ പഴയ ആളെ മാറ്റി പുതിയ ആള്? ആരിഫിന് സിനിമ കിട്ടി. ആരിഫ് സിനിമയിൽ അഭിനയിച്ചോണ്ടിരിക്കുകയാണ്. നിങ്ങളെ കൂടെ വന്നവരൊക്കെ സിനിമയിൽ കയറി പോണു. ചേട്ടനും കിട്ടോടെ. അങ്ങനെ പറഞ്ഞ് വേദന. ഒരാള് സിനിമ കിട്ടി പോയപ്പോൾ വേറൊരാളെന്ന് പറയുന്നത് ഇപ്പൊ സക്സസ്ഫുള്ളി ഓടിക്കൊണ്ടിരിക്കുന്ന ബാലൻ അഭിനയിച്ച ആളാണ് പ്രവീൺ ചേട്ടൻ. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സിനിമയിൽ ആൾ ഇങ്ങോട്ടേക്ക് വരും. അങ്ങനെയാണ്. നമ്മള് മാത്രം ഇവിടെ ചുമ്മാ അങ്ങിരിക്കുന്നു. വിളിക്കുന്നില്ല, ആരും പോകുന്നുമില്ല. എന്ത് ചെയ്യാനാ ചേട്ടാ? ഇനി ഒരു അവസരം വരുമ്പോ നമ്മളെയൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്തേക്കണേ സിനിമയില് എന്തായാലും വരും. അല്ല, അത് നല്ല കാര്യല്ലേ? നമ്മൾ അഭിനയിക്കില്ലെന്നാണ് ആദ്യം പുള്ളി 10 തവണ ചെയ്യും. അതൊക്കെ എനിക്ക് കിട്ടും. നീ പുള്ളിയുടെ അവസരോടെ കളയാൻ വേണ്ടി. ശരി, എന്റെ അവസരം ഞാൻ കളയുന്നില്ല. എനിക്കാകെ ഇവിടെ എന്ന് പറയുന്നത് ബാറ്ററിയുടെ കാര്യം പറയാനാണ്. ഇപ്പൊ തൽക്കാലം എന്റെ ബാറ്ററി 3 ഡൗൺ ആണ്. ചേച്ചി, ഈ പെർഫോമൻസ് ബാറ്ററി ഒന്ന് കാണിച്ചു കൊടുത്താൽ നമുക്ക് നോക്കാം. നോക്കാം.
ആണ് നേടിയിരിക്കുന്നത് ശ്വേത ചേച്ചി. യെസ്. ക്രെഡിറ്റഡ്. സൂപ്പർ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. അടുത്ത തവണ വീണ്ടും നമുക്ക് അടിച്ചു പൊളിക്കാം. ഓക്കെ. അക്വസ്റ്റാർ പാത്തുകളും ക്ലാമ്പുകളും. Aquastar rainwater pipes. മറ്റെല്ലാം ചുമ്മാ.